എന്തായിരുന്നു NDF എന്നും എന്താണ് പോപ്പുലർ ഫ്രണ്ട് എന്നും പരിശോധിക്കേണ്ടതുണ്ട്. ഭയത്തിന്റെ രാഷ്ട്രീയത്തെ ആശ്രയിക്കുകയും ഹിംസയുടെ രാഷ്ട്രീയത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇവർക്കെതിരായ പ്രധാന ആരോപണം. ഓരോ ചുവടിലും നിഗൂഢത നിറച്ചാണ് ഇവർ മുന്നോട്ട് നീങ്ങിയത്. സൈനികവത്കൃതമായ സംഘടനാ ശൈലിയും ദുരൂഹമായ പ്രവർത്തന രീതിയുമാണ് മറ്റ് ഇസ്ലാമിക സംഘടനകളിൽ നിന്ന് NDF-നെ വ്യത്യസ്തമാക്കിയത്. കൃത്യമായ രൂപീകരണ തീയതി പോലുമില്ലാത്ത NDF പൊടുന്നനെയാണ് കേരള സമൂഹത്തിനു മുന്നിൽ കായിക ശേഷി പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടത്. 5 വർഷമെടുത്ത് പ്രാദേശിക ശൃംഖലകൾ രൂപീകരിച്ച ശേഷമാണ് NDF എന്ന കേന്ദ്രീകൃത രൂപം കൈവരിച്ചത്. അങ്ങനെ രഹസ്യാത്മകവും സവിശേഷവുമായിരുന്നു NDF-ന്റെ രൂപീകരണം. ദുരൂഹതയും രഹസ്യ സ്വഭാവവും ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് സംഘടിപ്പിച്ച ഒരു നെറ്റ്വർക്ക് വന്നതിന് ശേഷമാണ് ബാഹ്യമായ പ്രവർത്തന പരിപാടികൾക്ക് നമ്മൾ രൂപം കൊടുക്കുകയും മുന്നോട്ട് വരികയും ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ. ദുരൂഹതയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എങ്ങനെ വേര് പിടിപ്പിക്കണമെന്ന് പരിശോധിച്ചാണ് അവർ കടന്നു വന്നത്. വളരെ താഴെത്തട്ട് മുതൽ തന്നെ ഒരു സംഘടന മുകളിൽ ഉണ്ടാക്കി താഴേക്ക് പറഞ്ഞേക്കുന്നതിന് പകരം താഴെ വേരുകൾ ഉറപ്പിച്ച് മുകളിലേക്ക് വന്ന രീതിയാണ് NDF. കാരണം നേരത്തെ വൈമ, പിന്നെ NDF, പിന്നെ പോപ്പുലർ ഫ്രണ്ട്, പിന്നെ ഇപ്പോൾ SDP ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുൻകാല സമീപ്രവർത്തകരുടെ മസ്തിഷ്ക ശിശുവാണ് NDF. പി കോയ, EM അബ്ദുറഹ്മാൻ, E അബൂബക്കർ തുടങ്ങിയവരാണ് NDF-ന്റെ ഘടനയ്ക്ക് രൂപം നൽകിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു സിമി. ജമാഅത്ത് കർശന നിലപാട് സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് 1982-ൽ സിമി സ്വതന്ത്ര സംഘടനയായി. എന്നാൽ സിമിയിലെ പ്രവർത്തകരുടെ പ്രായപരിധി 30 വയസ്സാണ്. ഇങ്ങനെ സിമി പ്രവർത്തനം നിർത്തേണ്ടി വന്ന മുതിർന്നവരുടെ സൃഷ്ടിയാണ് NDF. ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനമാണ് മുസ്ലിമിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് സിമി. അപ്പൊ ഇവിടെ പ്രകോപനം ഉണ്ടാക്കിയതിന് പഴയ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 1980-കളിലാണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് കേരളത്തിന്റെ പല ഭാഗത്തും ചുമരെഴുതിയത്. അപ്പൊ ആ തരത്തിൽ പ്രകോപനപരമായി പ്രവർത്തിച്ചവർക്ക് പരിചയമുണ്ട്. 1990-കളിലെ അരക്ഷിത ന്യൂനപക്ഷ മനസ്സിലേക്കാണ് NDF വാസ്തവത്തിൽ മാർച്ച് ചെയ്തത്. രാഷ്ട്രീയ ഇസ്ലാമിനെ പറ്റി ഉഗ്രസ്വരത്തിൽ സംസാരിച്ച ISS-ന്റെയും സിമിയുടെയും പരാജയമാണ് NDF പാഠമാക്കിയത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദിസത്തിന് വേരോട്ടം കിട്ടാത്തതും അവർ വിശകലനം ചെയ്തു. അങ്ങനെയാണ് അയഞ്ഞ ബാഹ്യരൂപവും ഉറച്ചാകക്കാമ്പുമായി NDF എന്ന സൈനികവത്കൃത സംഘടന മുന്നേറിയത്. ഹിന്ദുത്വ ഫാസിസത്തിനും ഭരണകൂട ഭീകരതയ്ക്കുമെതിരായ പ്രതിരോധം പാപമല്ല എന്നതായിരുന്നു ഇവരുടെ മുദ്രാവാക്യം. പ്രതിരോധിക്കാൻ എല്ലാ ആളുകൾക്കും ജന്മന അവകാശം. നിങ്ങൾ തന്നെ അടിച്ചാൽ അതിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. ആ പ്രതിരോധത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. സായുധം നിരായുധം എന്നുള്ള പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ എന്ത് ഫോണാണ് ഉള്ളെങ്കിൽ ഈ ഫോൺ ഞാൻ ആയുധമായി ഉപയോഗിച്ച് തടയും നിങ്ങളെ. പ്രാദേശിക സംഘർഷം നിലനിന്ന നാദാപുരത്ത് രൂപീകരിച്ച നാദാപുരം ഡിഫൻസ് ഫോഴ്സാണ് പിന്നീട് NDF-ആയി മാറിയത് എന്ന വാദവുമുണ്ട്. എന്തായാലും കർസേവകർ ബാബറി മസ്ജിദ് തകർക്കുകയും രാജ്യത്താകമാനം മുസ്ലിങ്ങൾ വേട്ടയാടപ്പെടുകയും ചെയ്ത 90-കൾ ഇവർക്ക് വളക്കൂറുള്ള മണ്ണായി മാറി. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരായാലും മുസ്ലിം പ്രതിരോധത്തിനായി യോജിക്കുക എന്ന ആശയമാണ് ഇവർ ആദ്യം മുന്നോട്ട് വെച്ചത്. സുന്നിയാണോ സുന്നി ആയിക്കോട്ടെ, മുജാഹിദാണോ മുജാഹിദ് ആയിക്കോട്ടെ, ലീഗാണോ ലീഗ് ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ഒരു പ്രതിരോധം ആവശ്യം വരുമ്പോൾ അത് മാത്രം ഞങ്ങൾ, അല്ലാതെ നമ്മൾ വേറൊന്നിനും പോകുന്നില്ല. എന്ന് വെച്ചാൽ ഒരാൾക്ക് സുന്നിയാവാം NDF ആകാം, ലീഗാവാം NDF ആകാം, മുജാഹിദ് ആവാം NDF ആകാം. അവരുടെ പ്രചരണം അതായിരുന്നു. ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും NDF പ്രവർത്തകർ നുഴഞ്ഞു കയറി. കേഡർ സംഘടനയായ CPM-ൽ പോലും NDF-ന്റെ നുഴഞ്ഞുകയറ്റമുണ്ടായി എന്നത് പ്രശ്നത്തിന്റെ രൂക്ഷത വ്യക്തമാക്കും. കായികക്ഷമതയിലുള്ള ഊന്നലും പ്രതിരോധ പ്രവർത്തനമെന്ന പ്രചാരണവും യുവാക്കൾക്കിടയിൽ ഇവർക്ക് വേരോട്ടമുണ്ടാക്കി. അങ്ങനെ അദൃശ്യ സംഘടിത ശക്തിയായി NDF വളർന്നു.